ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ ആശ്രയം, വലിയൊരു ആശ്വാസമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവിടുന്ന് ഭാര്യയായ നല്ല സൽഗുണയായ സമ്പന്നയായ നല്ലൊരു ഭാര്യയായി അവിടുന്ന് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല മഹത്വം കൊടുത്ത്, ആദരവ് കൊടുത്ത്, എല്ലാ വിധത്തിലുള്ള ബഹുമാനവും കൊടുത്തിട്ട് തന്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ അവിടുന്ന് സ്നേഹിച്ച് ജീവിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അവിടുന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, പെങ്ങന്മാര്, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മുഴുവനും താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കുടുംബം മുഴുവനും ഛന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയും അവരുടെ ജീവിതം നമ്മളൊന്ന് പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് പോലും അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പുകഴ്ത്തി പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പുകഴ്ത്തി പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പുകഴ്ത്തി പറയുകയാണ്. ആ സമയത്ത് അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത്രയും സുന്ദരിമാരായ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിട്ട്, ഇത്രയും സുന്ദരിമാരായ സ്ത്രീകള്, അങ്ങയുടേതായ ഭാര്യമാരുണ്ടായിട്ട് എന്തിനാണ് നബിയേ ആ പല്ല് ഒഴിഞ്ഞ കിളവിയുടെ കാര്യം ഇവിടെ സംസാരിക്കുന്നത്? അവര് മരിച്ച് മണ്ണോട് ചേർന്ന് പോയിട്ട് പോലും എന്തിനാണ് നബിയെ അവിടുന്ന് അവിടുത്തതായ മഹത്വങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, ആയിഷ, നിങ്ങളൊന്നും അതിന്റെ ഏഴയിലത്ത് വരില്ല ആയിഷ, നിങ്ങളൊന്നും ഖദീജയുടെ ഏഴയിലത്ത് വരില്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആയിഷ, എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നല്ലോ ആയിഷ. ആ സമയത്ത് എനിക്ക് ആകെ ആശ്രയമായിട്ടുള്ളത് അതെന്റെ ബീവിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവിടുന്ന് പുകഴ്ത്തി പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പുകഴ്ത്തി പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം കേട്ടിട്ട് അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ഉമ്മയെ കുറിച്ച് അല്ലാഹുവേ അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവിടുന്ന് ചരിത്രം കേട്ടിട്ട് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുനീരൊലിച്ചു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് തേങ്ങിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആരായിരുന്നു എന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദ്യപടിയില് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ അവിടുന്ന് ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഹിറാ ഗുഹയിൽ പോയാൽ, ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോയാൽ, ജബലന്നൂറിലേക്ക് കയറിപ്പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ താഴേക്ക് വരുള്ളൂ. അതുവരെ അവിടെ ഇരിക്കും. നമുക്കറിയാം, ഹജ്ജിന് പോയവര്, ഉംറയ്ക്ക് പോയവര് നമ്മൾ കണ്ടിട്ടുണ്ട് ജബലന്നൂർ. സുബ്ഹാനല്ലാഹ്, കാണുമ്പോ നമുക്കറിയാം ഇതിന്റെ മുകളിൽ പെട്ടെന്ന് കയറാം. പക്ഷെ കേറുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കേറിയിട്ട് പിന്നെ ഇറങ്ങുന്നതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാലൊക്കെ കിടന്ന് വിറയ്ക്കും. ഇപ്പൊ പിന്നെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടം വരെ വണ്ടി എത്താൻ പകുതിയോളം വണ്ടി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ സൗദി ഗവൺമെന്റ് ഇപ്പോ അതിനുവേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ജബലന്നൂർ
ജബലന്നൂറിന്റെ വലിയൊരു ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജബലന്നൂറിലേക്ക് കയറിപ്പോയാൽ ഹീറാ ഗുഹ, ആ ഹീറാ ഗുഹയിലേക്ക് കയറിപ്പോയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒക്കെ തിരിച്ചു താഴേക്ക് വരികയുള്ളൂ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്വേഷിച്ചിറങ്ങി. എന്റെ ഭർത്താവിനെ കണ്ടോ? കാണുന്നവരോടൊക്കെ ചോദിച്ചു, എന്റെ ഭർത്താവിനെ കണ്ടോ, എന്റെ ഭർത്താവിനെ കണ്ടോ? അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ആ മലയുടെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടു. അള്ളാഹുവേ, അവിടുന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാ. ഭക്ഷണവും വെള്ളമൊക്കെ ഒരുക്കി വെച്ചു. അതൊക്കെ പാക്ക് ആക്കിയിട്ട് നേരെ ജബലന്നൂറിലേക്ക് കയറിപ്പോയി. ജബലന്നൂറിലേക്ക് അവിടുന്ന് കയറിപ്പോയി. അവിടുന്ന് ജബലന്നൂറിൽ കയറിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു പെണ്ണാണ്, രാത്രി സമയത്താണ് കയറിപ്പോകുന്നത്. രാത്രി സമയത്താണ് ആ മലയുടെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് കയറി പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലൊന്നും കഴിച്ചു കാണില്ലല്ലോ, നിബിതങ്ങളൊന്നും കഴിച്ചു കാണില്ലല്ലോ. അതിന് പ്രത്യേക ഫുഡൊക്കെ ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ല വെള്ളവും ഒക്കെ ആയിട്ട് ജബലന്നൂറിന്റെ മുകളിലേക്ക് പോയി. അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ റസൂലിനെ ലക്ഷ്യമാക്കിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ആ സമയത്ത് ദാ ജബലന്നൂറിലേക്ക് ഇറങ്ങി വരുന്നു മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയെ ലക്ഷ്യമാക്കി ഒരു വനിത വരുന്നുണ്ട് നബിയേ, അങ്ങയെ ലക്ഷ്യമാക്കിയിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട് നബിയേ. ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, ഏത് പെണ്ണാണ് വരുന്നത്? റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അവിടുന്ന് പറയുന്നു, നബിയേ, അത് വേറെ ആരുമല്ല, നിങ്ങളുടെ ഭാര്യയായ ഖദീജയാ, നിങ്ങളുടെ ഭാര്യയായ ഖദീജയാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. ആ സമയത്ത് ജിബ്രീൽ പറയുന്നു, നബിയേ, ആ ഖദീജ വരുന്ന സമയത്ത് ഒരു സമ്മാനം കൊടുക്കണമല്ലോ നബിയേ. ഈ പാതിരാത്രിയിൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും വെള്ളവും ഒരുക്കിയിട്ട് ഈ ജബലന്നൂറിന്റെ മുകളിലേക്ക് കടന്നു വരുന്ന ഖദീജയുണ്ടല്ലോ, ആ ഖദീജക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ. എന്താ സമ്മാനം എന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുന്നിലേക്ക് വരുമ്പോൾ അല്ലാഹു എന്നോട് അവിടുന്ന് സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ പത്നിയായ ഖദീജയുണ്ടല്ലോ, ആ ഖദീജയോട് എന്റെ സലാം പറയണമെന്ന് അല്ലാഹു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നബിയേ. അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മലമേടുകളെ താണ്ടിയിട്ട് കടന്നു വരികയാണ്. ആരുമില്ലാത്ത പാതിരാത്രിയില് പാറക്കെട്ടുകൾ മാത്രമുള്ളതിന്റെ ഇടയിൽ കൂടി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ജിബ്രീൽ അവിടുന്ന് പോയി. വീണ്ടും അതാ ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. സലാം പറഞ്ഞു റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് സലാം പറഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണങ്ങൾ മുഴുവനും അവിടെ നിരത്തി വെക്കുകയാ. തനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടുന്ന് നിരത്തി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഖദീജ, ജിബ്രീൽ വന്നിട്ട് പോയതേ ഉള്ളൂ ഖദീജ, ജിബ്രീൽ വന്നിട്ട് പോയതേ ഉള്ളൂ ഖദീജ. ജിബ്രീൽ ഒരു സമ്മാനവുമായിട്ടാണ് വന്നത് ഖദീജ. നീ വരുന്നതായ കാര്യം എനിക്ക് മുൻകൂട്ടി അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട്, ഇത്രയും കഠിനമായ വേദന സഹിച്ചിട്ട് ഈ മലമേടുകൾ താണ്ടിയിട്ട് എന്റെ മുന്നിലേക്ക് വന്ന ഖദീജ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു തആല ഒരു സമ്മാനം തന്നിരിക്കുകയാണ്. എന്താ സമ്മാനമെന്നറിയുമോ? അല്ലാഹു തആല അവിടുന്ന് സലാം പറഞ്ഞു, ഖദീജ, അങ്ങയോട് സലാം പറഞ്ഞു ഖദീജ.
അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞു ഖദീജ. എത്ര ഭാഗ്യം